നമസ്കാരം. നമസ്കാരം. ഈ ഓഡിയോ വിവരണം ഒരു പ്രത്യേക പരമ്പരയുടെ ഭാഗമാണ് കേട്ടോ. അതെ. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദ്, പിന്നെ കോഴിക്കോട് ആസ്ഥാനമായുള്ള ഒരു ഡെന്റൽ NGO ഉണ്ട്, ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. അവിടത്തെ ഡോക്ടർ വിവേക് ജി. ഇവർ രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയ ചില പഠന സാമഗ്രികളെ അടിസ്ഥാനമാക്കിയാണ്. ശരിയാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ, കേരളത്തിലുടനീളമുള്ള നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, സ്കൂൾ അധ്യാപകർ, പിന്നെ ആരോഗ്യരംഗത്തെ സന്നദ്ധ പ്രവർത്തകരില്ലേ, അവർക്കൊക്കെ വായിലെ ആരോഗ്യത്തെക്കുറിച്ച്, അതായത് ഓറൽ ഹെൽത്ത് കെയറിനെക്കുറിച്ച് ഒരു പരിശീലനം നൽകുക എന്നതാണ്. അപ്പോൾ സാധാരണക്കാർക്ക് പോലും ഇത് കേട്ട് മനസ്സിലാക്കി കുട്ടികളുടെ ദന്താരോഗ്യ സംരക്ഷണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാനും ഒരുപക്ഷെ ഈ അറിവ് മറ്റുള്ളവർക്ക് പകരാനും പറ്റും, അല്ലേ? പ്രത്യേകിച്ച് ഈ ഡെന്റൽ ഡോക്ടർമാരുടെ സേവനം എളുപ്പത്തിൽ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ. തീർച്ചയായും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ സാധാരണ കാണുന്ന ചില ഡെന്റൽ എമർജൻസികളെക്കുറിച്ചാണ്. അതായത് ദന്തപരമായ അടിയന്തര സാഹചര്യങ്ങൾ. ഈ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വീഴുമ്പോഴൊക്കെ കുട്ടികളുടെ പല്ലിനും വായയ്ക്കും ഒക്കെ പരിക്ക് പറ്റുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. സാധാരണമാണ്. ശരിയാണ്. ചിലപ്പോൾ ഓടിക്കളിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കിളിൽ നിന്ന് വീഴുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഒരു സ്വാഭാവിക സംശയം വരും, പ്രത്യേകിച്ച് ഈ പാൽപ്പല്ലൊക്കെ ആണെങ്കിൽ അതെന്തായാലും പോവാനുള്ളതല്ലേ, പിന്നെന്തിനാ ഇത് ഇത്ര കാര്യമാക്കുന്നത്? പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകും, അത് ശരിയാണ്. പക്ഷേ അവ നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓഹോ. ഒന്നാമതായിട്ട് ഭക്ഷണം നല്ല പോലെ ചവച്ചരച്ച് കഴിക്കണമെങ്കിൽ ഈ പല്ലുകൾ വേണം, അല്ലേ? അത് കുട്ടിയുടെ വളർച്ചയെ നേരിട്ട് സഹായിക്കുന്ന കാര്യമാണ്. ശരിയാണ്. രണ്ടാമതായി സംസാരം. നല്ല വ്യക്തമായി സംസാരിക്കാൻ, വാക്കുകളൊക്കെ ശരിയായി ഉച്ചരിക്കാൻ ഈ പാൽപ്പല്ലുകൾ വേണം. ഓക്കെ. പിന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് വരേണ്ട സ്ഥിരം പല്ലുകളില്ലേ, അവയ്ക്ക് കറക്റ്റ് സ്ഥാനത്ത് വരാനുള്ള ഒരു സ്ഥലം, ഒരു ഗൈഡ് പോലെ കാത്തു സൂക്ഷിക്കുന്നത് ഈ പാൽപ്പല്ലുകളാണ്. അപ്പോൾ ഒരു പാൽപ്പല്ല് അതിന്റെ സമയത്തിന് മുന്നേ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അടുത്തുള്ള പല്ലുകളൊക്കെ ആ ഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങും. അപ്പൊ പിന്നെ സ്ഥിരം പല്ലു വരുമ്പോൾ അതിന് സ്ഥലം തികയാതെ വരും, ചിലപ്പോൾ നിരതെറ്റി വരാം. ശരി ശരി. അത് പിന്നീട് ശരിയാക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അതെ, കൂടുതൽ ബുദ്ധിമുട്ടും വരും, ചെലവും കൂടും. പിന്നെ കുട്ടികളുടെ ഒരു ആത്മവിശ്വാസം, ഒരു ചിരി, അതിനും ഈ പല്ലുകൾ പ്രധാനമല്ലേ? തീർച്ചയായും. അപ്പോ പാൽപ്പല്ലുകൾക്കും നല്ല പ്രാധാന്യമുണ്ട്. അപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു അപകടം പറ്റി പല്ലിനെന്തെങ്കിലും സംഭവിച്ചാൽ ആ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ മിനിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണല്ലേ? വളരെയധികം പ്രാധാന്യമുണ്ട്. ആ സമയത്തുള്ള ശരിയായ പ്രഥമ ശുശ്രൂഷ അത് ചിലപ്പോൾ ആ പല്ല് രക്ഷിക്കാൻ തന്നെ സഹായിച്ചേക്കും. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കുട്ടികളിൽ കാണുന്ന ഒരു 4 തരം അടിയന്തര സാഹചര്യങ്ങളെക്കുറിച്ചും അപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ശരി. 1. പെട്ടെന്ന് വരുന്ന പല്ലുവേദന. 2. ഈ ചുണ്ടിലോ കവിളിലോ നാക്കിലോ ഒക്കെ ഉണ്ടാകുന്ന മുറിവുകൾ. 3. പല്ല് പൊട്ടുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം അടർന്നു പോവുകയോ ചെയ്യുന്നത്. 4. കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്, സ്ഥിരം പല്ല് മൊത്തത്തിൽ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി താഴെ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തിൽ നിന്ന് തുടങ്ങാം. പല്ലുവേദന. കുട്ടികളിൽ ഇത് ഇടയ്ക്കിടെ കേൾക്കാറുണ്ടല്ലോ. എന്തായിരിക്കും ഇതിന്റെ സാധാരണ കാരണങ്ങൾ? പല്ലുവേദന വരാൻ പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോ പല്ലിന്റെ ഇടയിലും ഭക്ഷണം കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ പല്ലിലെ പോട്, നമ്മൾ ഡെന്റൽ ക്യാവിറ്റി എന്ന് പറയില്ലേ, അത് കാരണം വരാം. മോണയ്ക്ക് വീക്കം വരുന്നതുകൊണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോ അറിയാതെ പല്ലിന് ചെറിയ പൊട്ടല്, ക്രാക്ഡ് ടൂത്ത് എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഒരു കുട്ടി പല്ല് വേദനിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? വീട്ടിൽ വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ആദ്യമായിട്ട് കുട്ടിയോട് ഒരു ഇളം ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളാൻ പറയുക. നന്നായിട്ടൊന്ന് കുലുക്കുഴിയാൻ പറയണം. ശരി. എന്നിട്ട് പല്ലിനിടയിലോ അല്ല ഭക്ഷണത്തിന്റെ കഷ്ണോ മറ്റോ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഒരു ഡെന്റൽ ഫ്ലോസ് കിട്ടുമെങ്കിൽ അതുകൊണ്ട് വളരെ പതുക്കെ മൃദുവായിട്ട് അതെടുത്തു മാറ്റാൻ ശ്രമിക്കുക. ഈ ടൂത്ത് പിക്കൊക്കെ ഉപയോഗിക്കാമോ? വേണ്ട. ഈ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സൂചിയോ നൂലോ ഒന്നും വെച്ച് കുത്തിയിളക്കാൻ നോക്കരുത്. അത് ചിലപ്പം മോണയിൽ മുറിവുണ്ടാക്കും. ഓക്കെ. പിന്നെ
മുഖത്തു പുറമേ നീരുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് കവിളിന്റെ പുറത്ത് ഒരു തണുത്ത തുണി വെക്കുന്നത് നമ്മൾ കോൾഡ് കംപ്രസ് എന്ന് പറയും. അത് കുറച്ച് ആശ്വാസം കൊടുത്തേക്കും. വേറെന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടോ? ചിലരൊക്കെ വേദനയുള്ള പല്ലില് എന്തെങ്കിലും മരുന്നൊക്കെ നേരിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും വേദന കുറയ്ക്കാനുള്ള ഗുളികകളോ പ്രത്യേകിച്ച് ആസ്പിരിൻ പോലുള്ളവ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഓയിൻമെന്റോ ലേപനങ്ങളോ ഒന്നും വേദനയുള്ള പല്ലിലോ മൂണയിലോ നേരിട്ട് വെക്കരുത്. അത് ആ ഭാഗത്തുള്ള മൃദുവായ തൊലിയില്ലേ, അതിനെ പൊള്ളിക്കാൻ സാധ്യതയുണ്ട്, ബേൺ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വേദന സംഹാരികളോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകളോ ഒന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. വേദന നല്ല ശക്തമാണെങ്കിൽ അല്ലെങ്കിൽ മുഖത്ത് നല്ല നീരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ദന്തരോഗ വിദഗ്ധനെ കാണിക്കണം. പിന്നെ സ്കൂളിൽ വെച്ചാണ് കുട്ടിക്കിങ്ങനെ സ്ഥിരമായി വേദന വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിൽ ടീച്ചർമാർ ആ വിവരം രക്ഷിതാക്കളെ അറിയിക്കാനും ശ്രദ്ധിക്കണം. ശരി. ഇനി അടുത്തത് ഈ കളിക്കുമ്പോഴോ മറ്റോ ചുണ്ടോ കവിളോ നാക്കോ ഒക്കെ മുറിയുന്നത്. പെട്ടെന്ന് ചോര കാണുമ്പോൾ നമുക്കൊരു പേടി വരുമല്ലോ. സ്വാഭാവികമാണ്. അങ്ങനെ വന്നാൽ ആദ്യം നമ്മളൊന്ന് ശാന്തരാവുക. എന്നിട്ട് ശുദ്ധമായ വെള്ളത്തില് ആ ഭാഗം പതുക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. ചോര വരുന്നത് നിർത്താൻ ഒരു വൃത്തിയുള്ള പഞ്ഞിയോ അല്ലെങ്കിൽ നല്ല തുണിക്കഷ്ണമോ, ഗോസ് എന്ന് പറയും, അതെടുത്ത് ആ മുറിവിൽ ഒരു 10-15 മിനിറ്റ് നേരം പതുക്കെ അമർത്തിപ്പിടിക്കുക. വേദനയും നീരും കുറയ്ക്കാൻ ഒരു ഐസ് ക്യൂബ് നേരിട്ടല്ലാതെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ആ മുറിവിൽ വെക്കുന്നത് നല്ലതാണ്. മിക്കവാറും ചെറിയ മുറിവുകൾ ഇങ്ങനെ ചെയ്താൽ നിൽക്കുമല്ലേ? അതെ, മിക്ക ചെറിയ മുറിവുകളും ഇങ്ങനെ ചെയ്താൽ രക്തസ്രാവം നിൽക്കും. പക്ഷേ ചോര നിൽക്കുന്നില്ല, അല്ലെങ്കിൽ മുറിവ് കുറച്ച് വലുതാണ്, നല്ല ആഴമുണ്ട് എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടണം. ശരി. ഇനി പല്ല് പൊട്ടുന്നത്, ചിപ്ഡ് ഓർ ബ്രോക്കൺ ടൂത്ത് എന്ന് പറയില്ലേ? ചിലപ്പോൾ വീഴുമ്പോൾ അല്ലെങ്കിൽ കട്ടിയുള്ള മിഠായിയോ ഐസോ ഒക്കെ കടിക്കുമ്പോൾ ഇത് സംഭവിക്കാം. അതെ, പല്ലിന്റെ ഒരു കഷ്ണം പൊട്ടിപ്പോയാൽ ആദ്യം ചെയ്യേണ്ടത് ഇളം ചൂടുവെള്ളത്തിൽ വായ ഒന്ന് കഴുകുക എന്നതാണ്. എന്നിട്ട് ആ പൊട്ടിയ ഭാഗം വായിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു പുറത്തെടുത്ത് അത് കയ്യിൽ വെക്കണം. കാരണം ചിലപ്പോ ഡോക്ടർക്കത് ഒട്ടിച്ചു ചേർക്കാൻ പറ്റിയേക്കും. പിന്നെ നീര് വരാതിരിക്കാൻ ആ ഭാഗത്ത് കവിളിന്റെ പുറത്തായിട്ട് തണുപ്പ് വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഐസ് തുണിയിൽ പൊതിഞ്ഞു വെക്കാം. ചോര വരുന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയുള്ള പഞ്ഞു വെച്ച് അവിടെ പതുക്കെ അമർത്താം. എപ്പോഴാണ് നമ്മൾ ഉടനെ ഡോക്ടറെ കാണേണ്ടത്? വേദനയില്ലെങ്കിൽ സാരമില്ലേ? വേദനയോ അല്ലെങ്കിൽ പുളിപ്പോ സെൻസിറ്റിവിറ്റി എന്ന് പറയില്ലേ, അതുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ ഡോക്ടറെ കാണണം. ശരി. ഇനി വേദന ഇല്ലെങ്കിൽ പോലും പൊട്ടിയ പല്ലിന്റെ അരികുകൾക്ക് ചിലപ്പോൾ നല്ല മൂർച്ചയുണ്ടാവാം. അത് നാക്കിലോ കവിളിലോ തട്ടി മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് അതൊന്ന് ശരിയാക്കുന്നത് നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, പൊട്ടിയ പല്ലിന്റെ ഉള്ളിൽ ഒരു പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പല്ലിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം, അതായത് പൾപ്പ് ഞരമ്പുകളും രക്തക്കുഴലുകളും ഒക്കെയുള്ള ഭാഗം, അത് പുറത്ത് കാണുന്നു എന്നാണ്. അത് പ്രശ്നമാണോ? അത് തീർച്ചയായും അടിയന്തരമായി ചികിത്സ വേണ്ട ഒരവസ്ഥയാണ്. കാരണം അവിടെ അണുബാധയുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരി. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഏറ്റവും ഗൗരവമുള്ള അവസ്ഥ, സ്ഥിരം പല്ല് പൂർണ്ണമായി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി താഴെ വീഴുന്നത്, അവൾസ്ഡ് ടൂത്ത് എന്ന് പറഞ്ഞില്ലേ? അതെ, അവൾസ്ഡ് ടൂത്ത്. ഇതൊരു ശരിക്കുമുള്ള ഡെന്റൽ എമർജൻസിയാണ്. ഇവിടെ ഓരോ നിമിഷത്തിനും വിലയുണ്ട്. കാരണം നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ആ പല്ല് ചിലപ്പോൾ പൂർണ്ണമായി രക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ. ഇത് പാൽപ്പല്ലിനും ബാധകമാണോ? അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഇളകിപ്പോയത് ഒരു പാൽപ്പല്ലാണെങ്കിൽ അത് തിരിച്ച് അതേ സ്ഥാനത്ത് വെക്കാൻ ശ്രമിക്കരുത്. എന്താ കാരണം? കാരണം അങ്ങനെ ചെയ്താൽ അത് പിന്നീട് വരാനിരിക്കുന്ന സ്ഥിരം പല്ലിന് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കുട്ടി ചിലപ്പോൾ അത് വിഴുങ്ങാനോ അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോ പാൽപ്പല്ലാണ് പോയതെങ്കിൽ ആ ഭാഗം വൃത്തിയാക്കുക, ചോര വരുന്നുണ്ടെങ്കിൽ പഞ്ഞിവെച്ച് അമർത്തി നിർത്തുക. പല്ലിന്റെ വല്ല കഷ്ണവും മോണയിൽ തങ്ങിയിരിപ്പുണ്ടോന്ന് ഉറപ്പാക്കാൻ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. പക്ഷേ തിരികെ വെക്കാൻ ശ്രമിക്കരുത്. ശരി. അപ്പോൾ സ്ഥിരം പല്ലാണ് ഇങ്ങനെ ഇളകിപ്പോയതെങ്കിലോ? ഓരോ മിനിറ്റും പ്രധാനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? സ്ഥിരം പല്ലാണ് പോയതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്
തീർച്ചയായും ആ പല്ല് കണ്ടുപിടിക്കുക എന്നതാണ്. നിലത്ത് വീണ പല്ലാണെങ്കിൽ അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, പല്ലിന്റെ വെളുത്ത ഭാഗമില്ലേ, നമ്മൾ ചവയ്ക്കുന്ന ഭാഗം, ക്രൗൺ എന്ന് പറയും. മുകൾ ഭാഗം. അതെ, ആ ഭാഗത്ത് മാത്രം പിടിക്കുക. ഒരു കാരണവശാലും പല്ലിന്റെ താഴോട്ടുള്ള ഭാഗം, അതായത് വേര്, അതിൽ തൊടരുത്. വേരിൽ തൊടരുതെന്ന് പറയാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്. കാരണം ആ വേരിന്റെ പുറത്ത് പല്ല് തിരികെ മോണയോട് ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന വളരെ സൂക്ഷ്മമായ ചില കോശങ്ങളുണ്ട്. ലിഗമെന്റ് സെൽസ് എന്നൊക്കെ പറയും. ഓക്കെ. നമ്മൾ ആ വേരിൽ പിടിക്കുകയോ അല്ലെങ്കിൽ തുടയ്ക്കുകയോ ഉരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ ഈ കോശങ്ങൾ നശിച്ചുപോകും. അത് പിന്നെ പല്ല് തിരികെ പിടിപ്പിക്കാനുള്ള സാധ്യതയെ കാര്യമായിട്ട് കുറയ്ക്കും. ശരി. അപ്പോ ക്രൗണിൽ മാത്രം പിടിക്കുക. പല്ലിൽ അഴുക്കുണ്ടെങ്കിലോ? പല്ലിൽ അഴുക്കുണ്ടെങ്കിൽ ഒഴുക്കുള്ള ശുദ്ധജലത്തിൽ, അതായത് ടാപ്പ് തുറന്നിട്ട് അതിന്റെ അടിയിൽ വെച്ച് പതുക്കെ ഒന്ന് കഴുകിയെടുക്കാം. പക്ഷെ ഉരയ്ക്കരുത്, സോപ്പോ മറ്റു ലായനികളോ ഒന്നും ഉപയോഗിക്കരുത്. ജസ്റ്റ് ഒന്ന് കഴുകുക. ഓക്കെ. പല്ല് കിട്ടി, കഴുകി, വേരിൽ തൊടാതെ എടുത്തു. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ആ പല്ല് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത്, ആ മോണയിലെ കുഴിയില്ലേ, സോക്കറ്റ് എന്ന് പറയും, അതിലേക്ക് തിരികെ വെക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഓ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പല്ല് ശരിയായ ദിശയിൽ പതുക്കെ ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച ശേഷം ഒരു വൃത്തിയുള്ള തുണി കടിച്ചുപിടിക്കാൻ കുട്ടിയോട് പറയുക. ഇത് കേൾക്കുമ്പോൾ ചിലപ്പം കുറച്ച് പേടിയൊക്കെ തോന്നാം, പക്ഷേ ഇതാണ് ആ പല്ല് രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇത് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പേടിയാവില്ലേ? അല്ലെങ്കിൽ കുട്ടി സഹകരിച്ചില്ലെങ്കിലോ? അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സ്വയം തിരികെ വെക്കാൻ പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി സമ്മതിക്കുന്നില്ലെങ്കിൽ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പല്ല് ഒരു കാരണവശാലും ഉണങ്ങിപ്പോകാൻ അനുവദിക്കരുത് എന്നതാണ്. ഉണങ്ങാൻ പാടില്ല? അതെ. പല്ല് ഡ്രൈ ആവും തോറും അത് രക്ഷിക്കാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പല്ല് നനവോടെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല മീഡിയം എന്ന് പറയുന്നത് തണുത്ത പാലാണ്. പാൽ? അതെ. സാധാരണ പശുവിൻ പാല് ഒരു ചെറിയ കപ്പിലോ പാത്രത്തിലോ കുറച്ച് പാലെടുത്തിട്ട് അതിൽ ഈ പല്ലിട്ട് ഉടൻ തന്നെ ദന്തരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് പോവാം. പാല് അവ കിട്ടിയില്ലെങ്കിലോ? പാല് പെട്ടെന്ന് കിട്ടാനില്ലെങ്കിൽ കുട്ടിക്ക് ബോധമുണ്ടെങ്കിൽ കുട്ടിയുടെ ഉമിനീരിൽ തന്നെ സൂക്ഷിക്കാം. അതായത് വായിൽ കവിളിന്റെയും പല്ലിന്റെയും ഇടയിലായിട്ട് വെച്ചുകൊണ്ട് പോവാം. ഓക്കെ. വിഴുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതെ, അത് ശ്രദ്ധിക്കണം. അതും പറ്റിയില്ലെങ്കിൽ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിലൊക്കെ ചിലപ്പോൾ കാണുന്ന സെലൈൻ ലൈനിയില്ലേ, നോർമൽ സെലൈൻ, അതിലിട്ട് കൊണ്ടുപോവാം. വെള്ളത്തിലിടുന്നതോ? സമയം വൈകും തോറും പല്ല് പിടിപ്പിക്കാനുള്ള സാധ്യത കുറഞ്ഞുവരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. സ്ഥിരം പല്ലാണ് പോയതെങ്കിൽ വേരിൽ തൊടരുത്, കഴുകാം, പക്ഷേ ഉരയ്ക്കരുത്, പറ്റുമെങ്കിൽ തിരികെ വെക്കുക, അല്ലെങ്കിൽ പാലിലോ ഉമിനീരിലോ സലൈനിലോ സൂക്ഷിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഡോക്ടറുടെ അടുത്തെത്തിക്കുക. ഇതോർത്തുവെച്ചാൽ ചിലപ്പോൾ ഒരു പല്ല് രക്ഷിക്കാൻ പറ്റും. തീർച്ചയായും. ശരി. അപ്പോ ഇത്തരം അപകടങ്ങൾ പറ്റാതിരിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ എന്തെങ്കിലും പ്രതിരോധ മാർഗങ്ങളുണ്ടോ? തീർച്ചയായും. പ്രിവെൻഷൻ ആണല്ലോ എപ്പോഴും നല്ലത്. വീടുകളിൽ ഈ തെന്നി വീഴാൻ സാധ്യതയുള്ള കാർപ്പറ്റുകൾ, മാറ്റുകളൊക്കെ ശ്രദ്ധിക്കുക. ഫർണിച്ചറുകൾക്ക് മൂർച്ചയുള്ള മൂലകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പാഡുകൾ വെക്കുന്നത് നല്ലതാണ്. കുട്ടികൾ വായിൽ പെൻസിലോ പേനയോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ വെച്ചുകൊണ്ട് ഓടാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഈ പല്ലുകൊണ്ട് പ്ലാസ്റ്റിക് കവറുകൾ കടിച്ചു കീറുക, കുപ്പിയുടെ അടപ്പ് തുറക്കുക, അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കണം. കളിക്കുമ്പോഴോ? കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സൈക്കിൾ ഓടിക്കുമ്പോഴോ സ്കേറ്റിംഗ് ചെയ്യുമ്പോഴോ ഒക്കെ ഹെൽമെറ്റ് പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം. പിന്നെ ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മൗത്ത് ഗാർഡ് ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താണ് സംഭവം? മൗത്ത് ഗാർഡ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊരു വഴക്കമുള്ള പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്നതാണ്. പല്ലുകളുടെ മുകളിലായിട്ട് നമ്മൾ ധരിക്കും. ഓക്കെ. ഇത് വീഴ്ചകളിലോ അല്ലെങ്കിൽ കളിക്കുമ്പോൾ കൂട്ടിയിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പല്ലുകൾക്കും ചുണ്ടുകൾക്കും കവിളുകൾക്കുമൊക്കെ നല്ല സംരക്ഷണം നൽകും. എല്ലാ കളികൾക്കും വേണോ? പ്രത്യേകിച്ചും ഈ ഫുട്ബോൾ, ഹോക്കി, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, കരാട്ടെ, ഗുസ്തി, സ്കേറ്റിംഗ് അങ്ങനെയുള്ള കളികളിൽ കോൺടാക്ട് സ്പോർട്സ് എന്ന് പറയും. അതിലൊക്കെ ഇത് നിർബന്ധമായും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പല്ലിനൊരു പരിക്ക് പറ്റുന്നത് ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണത്. ഇത് എവിടെയാണ് കിട്ടുക? പലതരത്തിലുള്ളതുണ്ടോ? ഉണ്ട്. ഈ സ്പോർട്സ് സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സ്റ്റോക്ക് ഗാർഡുകളുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് ബോയിൽ ആൻഡ് ബൈറ്റ് എന്ന് പറയുന്ന തരം.
ഇത് വാങ്ങിയിട്ട് ചൂടുവെള്ളത്തിലിട്ടൊന്ന് മൃദുവാക്കിയിട്ട് വായിൽ വെച്ച് കടിച്ചു പിടിച്ച് പല്ലിന്റെ ഒരു അളവിനനുസരിച്ചെടുക്കാം. ഓക്കെ. എന്നാൽ ഏറ്റവും നല്ലത്, ഏറ്റവും സുരക്ഷിതവും കംഫർട്ടബിളുമായിട്ടുള്ളത് ദന്തരോഗ വിദഗ്ധൻ പല്ലിന്റെ കറക്റ്റ് അളവെടുത്തുണ്ടാക്കുന്ന കസ്റ്റം മെയ്ഡ് മൗത്ത് ഗാർഡുകളാണ്. ഓ, അങ്ങനെ ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതെ, സ്ഥിരമായി കളിക്കുന്ന കുട്ടികൾക്ക് ഇതാണ് ഏറ്റവും നല്ലത്. സ്കൂളുകളിലൊക്കെ ഈ സ്പോർട്സിന്റെ ഭാഗമായിട്ട് മൗത്ത് ഗാർഡ് നിർബന്ധമാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ശരിയാണ്. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട എമർജൻസികളും പ്രതിരോധ മാർഗങ്ങളും പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ കാണുന്ന എന്നാൽ അത്ര എമർജൻസി അല്ലാത്ത മറ്റു ചില പ്രശ്നങ്ങളുണ്ടോ കുട്ടികളിൽ? ഉണ്ട്. അത്ര അടിയന്തര സാഹചര്യമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും സാധാരണ കാണുന്ന ചിലതുണ്ട്. ഉദാഹരണത്തിന് വായിലെ പുണ്ണ്. മൗത്ത് അൾസർ. അത് സാധാരണമാണല്ലോ. അതെ, ചിലപ്പോൾ അറിയാതെ കടിക്കുന്നതുകൊണ്ട് വരുന്ന ട്രൊമാറ്റിക് അൾസർ ഉണ്ടാവാം. അല്ലെങ്കിൽ ചില വൈറ്റമിൻ കുറവുകൾ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഒക്കെ വരുന്ന ചെറിയ വെളുത്ത പുണ്ണുകൾ, ആഫ്തസ് അൾസേഴ്സ് എന്ന് പറയും. സാധാരണഗതിയിൽ ഇവ കുറച്ച് ദിവസം കൊണ്ട് തനിയെ മാറും. എരിവും പുളിയുമൊക്കെയുള്ള ഭക്ഷണം ആ സമയത്ത് ഒഴിവാക്കുന്നതും ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില ലേപനങ്ങൾ പുരട്ടുന്നതും നല്ലതാണ്. ഓക്കെ, വേറെന്തെങ്കിലും? അതുപോലെ കുട്ടികളിൽ കാണുന്ന ഒന്നാണ് വായിലെ പൂപ്പൽ ബാധ, ഓറൽ ത്രഷ് എന്ന് പറയും. വായിൽ വെളുത്ത പാടുകൾ പോലെ കാണുന്ന ഒരു ഫംഗസ് അണുബാധയാണത്. ഇതിനും ഡോക്ടറെ കണ്ട് ചികിത്സയെടുക്കണം. ശരി. പിന്നെ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കിടയിലെ പുകയില ഉപയോഗം, അതും ഒന്ന് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. അത് നേരിട്ടൊരു എമർജൻസി അല്ലെങ്കിലും ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ്. ഈ പാൻ മസാല, ഹാൻഡ്സ് പോലുള്ള സാധനങ്ങളുടെ ഉപയോഗം മോണരോഗങ്ങൾക്കും വായിൽ ക്യാൻസറിന് മുന്നോടിയായി വരുന്ന ചില മാറ്റങ്ങൾക്കും, എന്തിന് വായിലെ ക്യാൻസറിന് വരെ കാരണമാകാം. അപ്പോൾ വായിൽ ഉണങ്ങാത്ത മുറിവുകളോ അല്ലെങ്കിൽ വെളുത്തതോ ചുവന്നതോ ആയ പാടുകളോ, ല്യൂക്കോപ്ലാക്കിയ എന്നൊക്കെ പറയും, അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. ഇത്തരം ദുശ്ശീലങ്ങളിലേക്ക് പോകാതിരിക്കാൻ കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരി. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈയൊരു വിശദമായ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം, കേൾക്കുന്ന നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി. തീർച്ചയായും. ഒന്നാമത്തെ കാര്യം, കുട്ടികളിൽ ഒരു ഡെന്റൽ എമർജൻസി ഉണ്ടായാൽ ആദ്യത്തെ കുറച്ചു മിനിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായ പ്രഥമ ശുശ്രൂഷ അറിഞ്ഞിരുന്നാൽ ഒരു പല്ല് രക്ഷിക്കാൻ വരെ കഴിഞ്ഞേക്കും. പിന്നെ പാൽപ്പല്ലുകൾ, അവ കൊഴിഞ്ഞു പോകുമെന്ന് കരുതി നിസ്സാരമാക്കരുത്. കുട്ടിയുടെ വളർച്ചയ്ക്കും സംസാരത്തിനും സ്ഥിരം പല്ലുകൾക്ക് ശരിയായ സ്ഥാനത്ത് വരാനും അവ അത്യാവശ്യമാണ്. അതെ, പല്ലുവേദന വന്നാൽ ഇളം ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ വായ കഴുകുക. പല്ലിനിടയിൽ ഭക്ഷണമുണ്ടെങ്കിൽ ഫ്ലോസ് ഉപയോഗിച്ച് പതുക്കെ മാറ്റുക. വേദനസംഹാരി ഗുളികകളോ മറ്റോ പല്ലിൽ നേരിട്ട് വെക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ നൽകരുത്. ചുണ്ടിലോ കവിളിലോ നാക്കിലോ മുറിവുണ്ടായാൽ വൃത്തിയുള്ള തുണികൊണ്ട് അമർത്തിപ്പിടിച്ച് ചോര നിർത്താൻ ശ്രമിക്കുക. തണുപ്പ് വയ്ക്കുന്നത് നീര് കുറയ്ക്കാൻ സഹായിക്കും. ശരിയാണ്. പല്ല് പൊട്ടിയാൽ വായ കഴുകി പൊട്ടിയ കഷ്ണം കിട്ടുവോന്ന് നോക്കുക. അതും കയ്യിൽ വെക്കുക, തണുപ്പ് വെക്കുക. വേദനയോ പുളിപ്പോ ഉണ്ടെങ്കിൽ ഉടൻ ഡോക്ടറെ കാണണം. പിന്നെ ഏറ്റവും പ്രധാനം, സ്ഥിരം പല്ല് മുഴുവനായി ഇളകിപ്പോയാൽ എവൾസ്ഡ് ടൂത്ത്, പല്ലിന്റെ മുകൾ ഭാഗത്ത്, അതായത് ക്രൗണിൽ മാത്രം പിടിക്കുക. വേരിൽ തൊടരുത്. അതെ. പല്ല് കഴുകാം, പക്ഷെ ഉരയ്ക്കരുത്. തിരികെ വയ്ക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കുക. അല്ലെങ്കിൽ പാലിലോ ഉമിനീരിലോ സെലൈനിലോ ഇട്ട് 1 മണിക്കൂറിനുള്ളിൽ ദന്തരോഗ വിദഗ്ധന്റെ അടുത്തെത്തിക്കുക. സമയം വളരെ വളരെ പ്രധാനമാണ്. വളരെ പ്രധാനം. പിന്നെ കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കോണ്ടാക്ട് സ്പോർട്സിലൊക്കെ മൗത്ത് ഗാർഡ് ഉപയോഗിക്കുന്നത് പരിക്കുകൾ തടയാൻ ഏറ്റവും നല്ല മാർഗമാണ്. അതോടൊപ്പം വായിലെ പുണ്ണ്, പൂപ്പൽ ബാധ പോലുള്ള സാധാരണ പ്രശ്നങ്ങളെക്കുറിച്ചും പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഒരു അപകടം നടക്കുമ്പോൾ നിങ്ങൾ ശാന്തമായി ഈ അറിവോടെ ഇടപെട്ടാൽ ഒരു കുട്ടിയുടെ പല്ല് രക്ഷിക്കാനും അവരുടെ ആ മനോഹരമായ ചിരി നിലനിർത്താനും ഒരുപക്ഷേ നിങ്ങൾക്ക് സാധിക്കും. അതെ. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ സ്വന്തം കുട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റു കുട്ടികൾക്കോ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. ഈ അറിവ് നിങ്ങളുടെ കയ്യിലുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളുടെ ദന്താരോഗ്യ സംരക്ഷണത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ കേട്ട കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരുപക്ഷേ ഈ വിവരങ്ങൾ വേറൊരാളുമായി പങ്കുവെക്കുന്നത് പോലും ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കാം, അല്ലേ? തീർച്ചയായും.